Hi guys! നിങ്ങൾ മഞ്ജു വാര്യരെ കണ്ടിട്ടില്ലേ? അവരുടെ സ്കിന്ന് എന്തോരം ഭംഗിയാലേ, നല്ല ടെക്സ്ചറാണ് അവരുടെ സ്കിന്ന്. ചർമ്മം കണ്ട പ്രായമേ തോന്നിക്കത്തില്ല കേട്ടോ. അതിലുള്ള അടിപൊളി സ്കിന്നാണ് അവരുടെ. അപ്പോൾ ഗൈസ്, അതുപോലത്തെ ഒരു അടിപൊളി സ്കിൻ ടെക്സ്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊളാജിൻ ഫേസ് മാസ്കിൻ്റെ റെമഡിയാണ്, അല്ലെങ്കിൽ ഫേസ് ക്രീമിൻ്റെ റെമഡിയാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഒരു 30 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസിൽ ചെറിയ രീതിക്കെങ്കിലും ചുളിവുകളും വരകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. 30 അല്ലെങ്കിൽ 35-40 വയസ്സൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിൽ കണ്ടു തുടങ്ങും. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ് കേട്ടോ. നമ്മളിത് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണെങ്കിലും നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്നതിലൂടെയാണെങ്കിലും ഇത് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് നെറ്റിമേൽ, അതുപോലെ കൺതടങ്ങൾ, അവിടെയൊക്കെ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കൊളാജിൻ ഫേസ് ക്രീമിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം, മഞ്ജു വാര്യരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അതുപോലെ ആയിരിക്കുന്നത്. അവരതുപോലെ ചെയ്തോട്ടെ, നമ്മൾ സാധാരണക്കാർക്ക് ഇതുപോലെയുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതുപോലെയൊക്കെ ആവാൻ പറ്റും. ഓക്കെ, പക്ഷെ കണ്ടിന്യൂറ്റി വേണമെന്ന് മാത്രം കേട്ടോ. നമ്മളിത് കുറച്ച് ദിവസം ഉപയോഗിച്ചുകൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അതുപോലെ നമുക്ക് ഒരിക്കലും ആവാൻ പറ്റത്തില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണുക. അതുപോലെയുള്ളൊരു അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വേണ്ടത് നവര അരിയാണ്. അതായത് നമുക്ക് ആ റെഡ് കളറുള്ളൊരു റൈസ് ഇല്ല, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് നിങ്ങൾ പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നവര റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. വലിയ റേറ്റ് ഒന്നും ഇല്ല. അത് മേടിച്ചിട്ട് വരാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. 2 ടേബിൾ സ്പൂൺ എടുത്ത് നന്നായിട്ട് കഴുകിച്ച് വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ അല്പം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ. മാക്സിമം ഇതൊരു 8-10 മണിക്കൂറെങ്കിലും കുതിർന്ന് വരണോട്ടെ കേട്ടോ. എങ്കിലും നമുക്കിത് നല്ല രീതിക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ഈ ഫൈനായിട്ട് നല്ല അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 തവണയെങ്കിലും ഫിൽറ്റർ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു തരിതരിപ്പ് വരാൻ പാടില്ല. ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കൊളാജിൻ ഫേസ് ക്രീമാണ്. ആയതുകൊണ്ട് തരിതരിപ്പ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു റൈസിൻ്റെ ഈ ഒരു മിൽക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒരു 2-3 തവണത്തേക്കെങ്കിലും തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് തുണി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നല്ല രീതിക്ക് തന്നെ അതിൻ്റെ പാല് മാത്രമായിട്ട് കിട്ടും. നമുക്ക് ആ ഒരു പിശകൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് നമുക്ക് ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. 2-2.5 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകിച്ച് വരിക. കഴുകിച്ച് അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ജെല്ല് മാത്രമായിട്ട് കൊണ്ടുവരാൻ കേട്ടോ. ഈ രീതിക്ക് അങ്ങ് തിളപ്പിച്ച് നമ്മൾ ജെല്ല് അതിനകത്ത് നിന്ന് അരിച്ച് മാറ്റിയാണ്. ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ജെല്ല് കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ തിളച്ച് വരുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ടെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ രണ്ടും കാര്യങ്ങൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നവരാരി നല്ല രീതിക്ക് അരച്ച് പേസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ട് കൊഴുപ്പോട് കൂടിയിട്ടുള്ള ജെല്ല് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നവര റൈസിൻ്റെ എക്സ്ട്രാക്ട് കൂടി ചേർക്കുന്നുണ്ട്. അതും സെയിം അളവിൽ തന്നെ 2.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി അങ്ങോട്ട് കൂടിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂണോളം ഈ ഒരു റൈസിൻ്റെ എക്സ്ട്രാക്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്നും കൂടി നല്ല രീതിക്ക് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഷംനു ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആവാരംപൂട ആലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു ജെല്ല് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇനി ഇതിനകത്തേക്ക് 2 ആൾക്കാരെ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു നവര റൈസ് ആണെങ്കിലും ഫ്ലാക്സ് സീഡ്സ് ആണെങ്കിലും ചില ആൾക്കാർക്കെങ്കിലും പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പിമ്പിൾസ് വരും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മസ്റ്റായിട്ടും ചേർക്കേണ്ട കാര്യമാണത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഈ ഒരു ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ നമുക്ക് പിമ്പിൾസ് വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഓയിൽ മസ്റ്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിമ്പിൾസ് വരുന്നുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഞാൻ 5 തുള്ളിയോളം ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇല്ല, അതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ 1-2 അത്ര മാത്രം മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ബോട്ടിൽസിലാണ് നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അത്ര മാത്രം മതി കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൊളാജിൻ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് ക്രീം. മാസ്ക് അല്ല, ക്രീം. എനിക്ക് കുരു വരും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് മാസ്ക് പോലെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു ക്രീം നമുക്ക് പകൽ സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീമാണ്. നമ്മൾ സൺസ്ക്രീനൊക്കെ ഇടുന്നേക്ക് മുന്നായിട്ട്
നമ്മുടെ ഫേസിലൊരു ബേസ് പോലെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മീത് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ റൈസ് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തരിതിരിയായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തരിതിരിയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് റൈസ് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 തവണയെങ്കിലും ഫിൽറ്റർ ചെയ്യാൻ പറഞ്ഞത്. കാരണം നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോവുകയും ചെയ്യും നമുക്ക്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴുകിയാച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മുടെ കടുക്ക ജെല്ലോ അല്ലെങ്കിൽ ആവാരമ്പുട ജെല്ലോ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ഉറങ്ങാറാണ് പതിവ് കേട്ടോ. എനിക്ക് പിമ്പിൾസ് വരുന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രപ്പോൾ ഞാൻ എടുക്കുന്ന അത്രയും തന്നെ നിങ്ങൾക്ക് എടുക്കേണ്ട കാര്യമില്ല. വീഡിയോയുടെ ഫസ്റ്റ് നമ്മൾ ഒരുപാട് ഫേസിൽ വാരി ഞാൻ തേക്കുണ്ടായിരുന്നു. അത്ര തന്നെ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏകദേശം ഒരു 2-3 തുള്ളിയൊക്കെ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ലീവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കട്ടിയാണ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത്. ഈ രീതിക്കാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1 മണിക്കൂർ നമ്മൾ ഫേസിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. പിന്നീട് വേണം അത് പ്ലെയിൻ വാഷ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ 1 മാസം വരെ നിങ്ങൾക്ക് ഇത് എടുത്ത് വെക്കാം. 1 മാസം വരെ അത് കേട് വരത്തില്ല. കാരണം ഇതിനകത്ത് ഫ്ലാക്സ് സീഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അരി അരച്ചിട്ടുള്ള ആ ഒരു എക്സ്ട്രാക്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് 1 മാസം വരെ ഇത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്.